എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ടുകൾ നാളെ പ്രസിദ്ധീകരിക്കും. നിലവിൽ വെബ്സൈറ്റിൽ ആ ഒരു റിസൾട്ടിൻ്റെ ലിങ്കുകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇപ്പോൾ അതായത് ഇന്ന് രാത്രി ഏകദേശം 12 മണിയോടെയോ അല്ലെങ്കിൽ നാളെ രാവിലെ ഏകദേശം 8 മണിയോടെയോ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് അറിയാൻ സാധിക്കും. രാവിലെ ഏകദേശം ഒരു 6 മണിയാകുന്ന ആ ഒരു ടൈമിൽ തന്നെ നിങ്ങളുടെ റിസൾട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിലവിൽ ഇപ്പോൾ റിസൾട്ട് വന്നിട്ടില്ല. അപ്പോൾ മുൻ വർഷവും ഇതേ രീതിയിൽ തന്നെയായിരുന്നു റിസൾട്ട് തേർഡ് അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. വരാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണാൻ സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിലവിൽ ഇപ്പോൾ ആ ഒരു ലിങ്ക് വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് തന്നെ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് മെറിറ്റ് കോട്ടയുടെ ലിങ്ക്. കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നാണെങ്കിൽ ഈ ഒരു സ്പോർട്സ് കോട്ടയുടെ ലിങ്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ലിങ്കാണ് നിങ്ങൾ കാണുന്നത് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. SWS എന്ന് പറഞ്ഞാൽ ഈ ഒരു മെറിറ്റ് കോട്ടയുടെ ലിങ്കും, സ്പോർട്സ് എന്നാണെങ്കിൽ ഈ ഒരു സ്പോർട്സ് കോട്ടയുടെ ലിങ്കുമാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നും, അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നും കാണാൻ സാധിക്കും. അലോട്ട്മെൻറ്റിൽ ചേഞ്ച് ഒന്നും, അതായത് മുൻപ് ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിലവിൽ ചേഞ്ച് ഒന്നും വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നോ ചേഞ്ച് എന്നും കാണാൻ സാധിക്കും. പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ഏത് സ്കൂളിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്ന് അറിയാൻ സാധിക്കും. അത് കറക്റ്റായിട്ട് അവിടെ നൽകിയിട്ടുണ്ടാകും. അതിനുശേഷം ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അടുത്ത പേജിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നോ അല്ലെങ്കിൽ പ്രിൻറ്റ് അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നോ ആണ് കാണാൻ സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററും മറ്റ് ഡോക്യുമെൻറ്റ്സും സഹിതം വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ആയിരുന്നാലും ഇഷ്ടപ്പെടാത്ത സ്കൂളായിരുന്നാലും നിങ്ങൾക്ക് അതുപോലെ ഇഷ്ടപ്പെടാത്ത കോഴ്സ് ആയിരുന്നാലും നിങ്ങൾ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക. അതിനുശേഷം ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്ക് മാറാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് വന്നിട്ടില്ല. അലോട്ട്മെൻറ്റ് വന്ന ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് 5ാമത്തെ ഓപ്ഷനാണ് മുൻപ് കിട്ടിയിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് കരുതുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ മുൻപ് കിട്ടിയിരുന്നപ്പോൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ പുതുതായിട്ട് എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഒരു 5ാമത്തെ ഓപ്ഷനിൽ അഡ്മിഷൻ എടുക്കുക. അപ്പോൾ എന്നാൽ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഈ ഒരു 5ാമത്തെ ഓപ്ഷൻ കിട്ടിയത് എന്നും കരുതുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു സ്കൂളിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾക്ക് ആദ്യമായിട്ടും അല്ല ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയത്, ഫസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയപ്പോൾ ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. നിലവിൽ നിങ്ങൾക്ക് 2ാമത്തെ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടി. എന്നാൽ ആ ഒരു സ്കൂൾ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ പോലും നിങ്ങൾ അവിടെ പോയിട്ട് അഡ്മിഷൻ ടെമ്പററിക്ക് പകരം പെർമനൻറ്റ് അഡ്മിഷൻ നേടണം. കാരണം ഇപ്പോൾ ലഭിക്കുന്ന ഓപ്ഷൻ്റെ താഴെയുള്ളതെല്ലാം ക്യാൻസൽ ചെയ്യപ്പെടും. അതുപോലെ തന്നെ ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ എവിടെയാണോ അവിടെ പോയിട്ട് നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതാണ്. ഈ ഒരു അഡ്മിഷൻ പൂർത്തിയായ ശേഷം നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാകും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അപ്ലൈ ചെയ്ത് നിങ്ങൾ സ്കൂൾ മാറിയാൽ മതിയാകും. അതുപോലെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്, ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് വന്ന സ്കൂൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെയെങ്കിൽ മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് മാറാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്കൊരു ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ 2ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത് എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ താല്പര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു മാനേജ്മെൻറ്റ് സീറ്റ് നിങ്ങൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്, ആ ഒരു സീറ്റ് എനിക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ ഇഷ്ടമില്ലാത്ത സീറ്റാണ് കിട്ടുന്നതെങ്കിൽ ഇവിടേക്ക് മാറും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് പോയിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കും. അഥവാ ഈ ഒരു സീറ്റ് ഇല്ലെങ്കിൽ, മാനേജ്മെൻറ്റ് സീറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓൾറെഡി ആ ഒരു സീറ്റ് ബുക്ക് ചെയ്തു, അതായത് ആ ഒരു സീറ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ആ ഒരു സീറ്റ് അവിടെ നിങ്ങൾക്കായിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടതാണ്. അതിനുശേഷം മാത്രമേ നിങ്ങൾ മാറാൻ പാടുള്ളൂ. കാരണം അഥവാ നിങ്ങൾക്ക് അവിടെ സീറ്റില്ല, ഇവിടെ കിട്ടിയ അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ നേടുന്നില്ല എങ്കിൽ പിന്നീട് കിട്ടിയതും പോയി, അതുപോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ചതും കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ലഭിച്ച സീറ്റിൽ സാറ്റിസ്ഫൈഡ് അല്ല, അതായത് ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ കൂടി നിങ്ങൾക്ക് അടുത്ത മാനേജ്മെൻറ്റ് സീറ്റ് നിങ്ങൾ ഓൾറെഡി
നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മാറാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ ഇഷ്ടപ്പെട്ട കോഴ്സോ അല്ലെങ്കിൽ സ്കൂളോ കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്കാണ് ഈ ഒരു ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു മെറിറ്റ് കോട്ട, അതായത് SWS കാൻഡിഡേറ്റ് ലോഗിൻ SWS വഴി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയ അലോട്ട്മെൻറ്റ്, അല്ലെങ്കിൽ സ്പോർട്സ് കോട്ട വഴി നിങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന അലോട്ട്മെൻറ്റ് എന്നിങ്ങനെ ഈ ഒരു 2 വിഭാഗത്തിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് എവിടെയാണോ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അവിടെ നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്കും ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാൻ പറ്റുന്നതല്ല. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ആകെ അപേക്ഷിക്കാൻ സാധിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് ഇതുവരെ 1, 2, 3 അലോട്ട്മെൻറ്റുകളിൽ അപേക്ഷിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾ, അതായത് ഈ ഒരു അലോട്ട്മെൻറ്റിന് ഇതുവരെ അപേക്ഷിക്കാൻ പറ്റാതിരുന്നവർ, അതുപോലെ അപേക്ഷിച്ചിട്ടും അപേക്ഷയിലെ തെറ്റ് കാരണം അഡ്മിഷൻ കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് അപേക്ഷിച്ചും ഇതുവരെ അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാത്ത വിദ്യാർത്ഥികൾ എന്നിങ്ങനെ ഈ ഒരു 3 വിഭാഗത്തിലുള്ളവർക്കാണ് ഈ ഒരു അലോട്ട്മെൻറ്റിനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. നോൺ ജോയിനിങ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സപ്ലിമെൻ്ററിക്ക് മറ്റൊരു ജില്ലയിലേക്ക് അപേക്ഷിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ നോൺ ജോയിനിങ് ആയിട്ടുള്ളത് അതിൻ്റെ ഓപ്പോസിറ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം. അതായത് ഹയർ സെക്കൻഡറിയിൽ നോൺ ജോയിനിങ് ആയിട്ടുണ്ടെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് അപ്ലൈ ചെയ്യാം. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നോൺ ജോയിനിങ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറിയിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾക്ക് അപേക്ഷ നൽകാനായിട്ട് സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് വന്ന ശേഷം നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അതുപോലെ സ്പോർട്സ് കോട്ടയിലും 3ലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ താല്പര്യം എവിടെയാണോ അവിടെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. ഒരു സ്ഥലത്ത് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ മറ്റേത് ക്യാൻസൽ ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ എടുക്കാൻ താല്പര്യം അവിടെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. കാരണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും കിട്ടിയെന്ന് കരുതുക. നിങ്ങൾ ഇവിടെ അഡ്മിഷൻ എടുക്കുന്നില്ല, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലാണ് എടുക്കുന്നതെങ്കിൽ ഹയർ സെക്കൻഡറിയിലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിങ്ങളെ പുറത്താക്കും. എന്നാൽ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നില്ലെങ്കിൽ ഇവിടുത്തെ ആ ഒരു സീറ്റും നഷ്ടപ്പെടും. അതുപോലെ സ്പോർട്സ് കോട്ടയിലും മെറിറ്റ് കോട്ടയിലും അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഒന്നെടുക്കുമ്പോൾ മറ്റേത് ക്യാൻസലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ നിങ്ങൾക്ക് 2 അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ രക്ഷിതാവിനോട് ചോദിച്ച് നിങ്ങൾക്ക് എവിടെയാണ്, അതായത് വീട്ടിൽ ചോദിച്ച് നിങ്ങൾക്ക് എവിടെയാണ് അഡ്മിഷൻ എടുക്കുന്നത് കൂടുതൽ ഉചിതം എന്നുള്ള കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അതുപോലെ മുൻ അലോട്ട്മെൻറ്റിൽ VHSCയിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്ക് ഹയർ സെക്കൻഡറിയിൽ ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിലേക്ക് മാറാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടിയിട്ടുണ്ട്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കാണ് താല്പര്യം, അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് ആവശ്യമെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാറാവുന്നതാണ്. കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ സപ്ലിമെൻ്ററിക്ക് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെ കിട്ടുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് മാറാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികളുടെ തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ രാവിലെയോടെയാണ് പ്രസിദ്ധീകരിക്കുക, അല്ലെങ്കിൽ ഇന്ന് രാത്രി 12 മണിയോടെയാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.